കണി കണ്ടുണരാനായി വീണ്ടും ഒരു വിഷു വന്നെത്തി. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും തുടക്കം കുറിക്കുന്നതാണ് വിഷു. മേടം 1-നാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. വിഷുവിനെ പറ്റി പറയാനാണെങ്കിൽ 2 ഐതിഹ്യങ്ങളാണുള്ളത്. ഒന്ന്, കൃഷ്ണൻ നരകാസുരനെ വധിക്കപ്പെട്ട ദിവസമായിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത്, രാവണൻ ലങ്ക ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൂര്യൻ കൊട്ടാരത്തിന് മേൽ ഉദിച്ചെന്നും ഈ കൊട്ടാരത്തിലേക്ക് വെയിൽ വീണത് ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്. അങ്ങനെ രാവണൻ സൂര്യനെ നേരെ ഉദിക്കുന്നത് വിലക്കി. അതിനാൽ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷമാണ് സൂര്യന് നേരെ ഉദിക്കാൻ തുടങ്ങിയത്. പിന്നീട് ഈ ഒരു ദിവസം വിഷുവായി ആചരിക്കുന്നു എന്നും പറയുന്നു. വിഷുവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്നത് വിഷുക്കൈനീട്ടം അതുപോലെ വിഷുക്കണിയുമാണ്. ഇവിടെ ചെറിയൊരു വിഷുക്കണി സെറ്റ് ചെയ്യുന്ന കാണിക്കുന്നത് കേട്ടോ. ആദ്യമേ തന്നെ ഒരു പീഠത്തിന് മുകളിൽ നമ്മൾ സെറ്റോ എന്തെങ്കിലും വിരിച്ചതിന് ശേഷം കൃഷ്ണൻ്റെ വിഗ്രഹം വെക്കുകയാണ്. കൃഷ്ണൻ്റെ വിഗ്രഹത്തിന്മേൽ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. മുല്ലപ്പൂമാലയോ തെച്ചിപ്പൂമാലയോ അരളിമാലയോ തുളസിമാലയോ എന്തും നമുക്ക് ചാർത്താം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ച എൻ്റെ ഒരു ചെറിയൊരു കൃഷ്ണ വിഗ്രഹവും മഞ്ചാടിക്കൊരു ഉരുളി വഴി ഉള്ളത് വെച്ചു. ഒരു ഓടക്കുഴലും കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ ഓട്ടുരുളിയിൽ നമുക്ക് ഉണക്കലരിയാണ് ഞാൻ വെക്കുന്നത്. അതില്ലാത്ത പക്ഷം നമുക്ക് പച്ചരിയാണെങ്കിലും വെക്കാം. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് കണിക്കൊന്ന പൂക്കൾ വിതറിയിട്ടുണ്ട്. ഫസ്റ്റുമേ തന്നെ നമ്മൾ വെക്കുന്നത് കണിവെള്ളരിയാണ്. നല്ല മഞ്ഞ നിറത്തിലുള്ള നല്ല സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി. പിന്നെ ഞാൻ ചക്ക വെക്കണുണ്ട്. നമ്മുടെ പ്ലാവിലുണ്ടായ ചക്കയാണ്. അതേപോലെ തന്നെ കൈതച്ചക്ക. നമ്മുടെ കയ്യിലുള്ള എന്ത് ഫ്രൂട്ട്സാണോ അത് അവൈലബിൾ, അത് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നല്ല പഴുത്ത മാമ്പഴം, സുബ്രഹ്മണ്യ സ്വാമിനെ സൂചിപ്പിക്കുന്നതായിട്ടാണ് മാമ്പഴം. പിന്നെ ഞാൻ പഴം, അതൊരു പടലപ്പഴമായിട്ട് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ആപ്പിള്, മുന്തിരി, ഓറഞ്ച് അതൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓട്ടുരുളി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ പാത്രമോ ചരുവോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെയാണ് ഞാൻ ഇതിൽ വെക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങ അത് മുഴുവനായിട്ടും വെക്കാം, അത് ഇതുപോലെ 2ആയിട്ടും വെക്കാം. ഇതിനുള്ളിൽ നാണയങ്ങളും വെക്കാം, അല്ലെങ്കിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് തിരി കത്തിക്കാവുന്നതാണ് ഈ പൊട്ടിച്ച് വച്ചിരിക്കുന്ന തേങ്ങയിൽ. പിന്നെ നമുക്ക് ഭഗവതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പട്ട് വെക്കുന്നത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പട്ടാണ്. പിന്നെ അഷ്ടമംഗലിൽ തട്ട് വെക്കുന്നുണ്ട്. പിന്നെ വെക്കുന്നത് വാൽക്കണ്ണാടിയാണ്. അത് ഞാൻ ഈ ഉരുളിക്കകത്താണ് അത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അടുത്തതായി വെക്കണമെന്ന് പറഞ്ഞാൽ പുതിയ വസ്ത്രമാണ്, അല്ലെങ്കിൽ അലക്കി തേച്ച് വെടുപ്പാക്കിയ വസ്ത്രം, അതാണ് വെക്കുന്നത്. അതിന് മുകളിലായിട്ട് വെക്കുന്നതാണ് അടയ്ക്കയും വെറ്റിലയും. അത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ വെക്കണമെന്ന് പറഞ്ഞാൽ കുങ്കുമം. സുമംഗലികളെ സ്ത്രീകൾ കുങ്കുമം കാണണം എന്നാണല്ലോ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുങ്കുമം വെക്കുന്നത്. അതേപോലെ തന്നെ കൺമഷി വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്വർണം വെക്കുന്നുണ്ട്, അതേപോലെ വെള്ളിയും വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്രന്ഥക്കെട്ട് വെക്കുന്നുണ്ട്. ഞാനിവിടെ രാമായണമാണ് വെക്കുന്നത്. നമുക്ക് ദേവി ഭാഗവതോ ദേവി മഹാത്മ്യം എന്ത് വേണമെങ്കിലും വെക്കാം. പിന്നെ കിണ്ടിയിൽ വെള്ള പൂക്കളിട്ട് വെക്കുന്നുണ്ട്. കിണ്ടിയുടെ വാല് കിഴക്കോട്ട് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിലെ പൂക്കൾ കൊണ്ട് കണ്ണ് നനച്ചതിന് ശേഷമാണ് നമ്മൾ കണി കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നാണയത്തുട്ടുകളും നോട്ടും വെക്കണുണ്ട് കണി കാണാനായിട്ട്. നവധാന്യങ്ങളും കൂടെ വെക്കണത് നല്ലതായിരിക്കും, പക്ഷേ എൻ്റെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്താഞ്ഞത്. പിന്നെ ഞാൻ വെക്കുന്നത് വിളക്കാണ്, നിലവിളക്ക്. അത് ഒരു സൈഡിലായിട്ടാണ് നമ്മൾ വിളക്ക് വെക്കുന്നത്. 5 തിരി ഇട്ടാണ് ഞാനത് കത്തിക്കാനായിട്ട് പോകുന്നത്. അതേപോലെ പ്രധാനപ്പെട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കണിക്കൊന്ന പൂക്കൾ. അതും ഞാൻ എൻ്റെ കൃഷ്ണൻ്റെ അടുക്കലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. വിഷു എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മുടെ ഭഗവാന്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖവും ആ കണിക്കൊന്ന പൂക്കളും കണിവെള്ളരിയുമാണല്ലോ മെയിൻ. തലേന്നേ കണിക്കായി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം വീട്ടിലെ മുതിർന്ന ആൾക്കാർ പുലർച്ചെ എണ്ണീച്ച് കുളിച്ച് ശുദ്ധമായതിന് ശേഷം വിളക്ക് കത്തിച്ച്
കണി തൊഴുതതിന് ശേഷം ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ചെണ്ണിപ്പിച്ച് കണി കാണിക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ വിഷു കൈനീട്ടവും വാങ്ങിക്കുക. കണി കാണുന്നത് തന്നെ കണ്ണിനൊരു കുളിർമ നൽകുന്ന ഒന്നാണ്. വിടർന്ന കണിക്കൊന്ന പൂക്കളും അതുപോലെ തന്നെ പുഞ്ചിരിച്ച കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹവും ഓട്ടുരുളിയിൽ അതിൽ വെച്ചിരിക്കുന്ന ഫലമൂലാദികളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആർക്കാണ് ഒരു പോസിറ്റീവ് വൈബ് കിട്ടാതിരിക്കുന്നത്? അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു വിഷു ഞാൻ നേരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വിഷു കണി കേട്ടോ. അപ്പോൾ എല്ലാവരും ചെറിയ രീതിയിലാണെങ്കിലും ഒന്ന് വിഷുക്കണി സെറ്റ് ചെയ്യാൻ നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.